വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരിപ്പോ വിചാരിക്കുന്നത് ഇവര് റഷ്യ അമേരിക്കയൊക്കെ വിട്ട് കേരളത്തിലോട്ട് എത്തിയല്ലോ സമാധാനമായി എന്നാണ്. സംഭവം നമുക്കിത് എടുക്കാതിരിക്കാൻ നിർവാഹമില്ല. സംഭവം നമ്മുടെ ലോകക്രമം എത്ര വേഗമാണോ മാറി മറിയുന്നത് അതിലും സ്പീഡിലാണ് നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ആരാണ് എന്ന മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇപ്പൊ CPM വലിയ രീതിയിൽ ഇപ്പൊ നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് മാധ്യമപ്രവർത്തകരെല്ലാം വിശേഷിപ്പിക്കുന്ന BJP ആയിരിക്കും എന്നുള്ളതാണ്. കാരണം ഇവിടെ CPM ഹിന്ദുക്കളെ പ്രീണിപ്പിച്ചു തുടങ്ങിയാലോ അല്ലെങ്കിൽ ഹിന്ദുക്കളെ അവര് വലിയ രീതിയിൽ കൈയെടുത്താലോ BJPക്ക് ഇവിടെ വലിയ റോൾ ഒന്നുമില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിനവർ സമുദായ നേതാക്കളെ ഇപ്പോൾ കൂട്ടുപിടിച്ചിട്ടുണ്ട്, NSSനെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ തിരിഞ്ഞു നിന്ന സുകുമാരൻ നായർ ഇപ്പോൾ വലിയ CPM ഭക്തനാണ്. അതിനകത്ത് തന്നെ അടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് NSSനകത്ത് തന്നെ ഇതേ ചൊല്ലി വലിയ ഒരു തർക്കം നടക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ BDJS ഒക്കെ ആയിട്ട് BJPയുമായിട്ട് വളരെയധികം NDA സഖ്യമായിട്ട് വളരെയധികം അടുത്തു നിന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പിന്നീട് അവിടെ നിന്ന് പിരിഞ്ഞ് ഇപ്പോ പിണറായി ഭക്തനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. CPM ആഗോള അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശരണം വിളിച്ചു. ഇതൊക്കെ വലിയ പൊളിറ്റിക്കൽ സിംബൽസ് ആണ്, ഒരു പൊളിറ്റിക്കൽ സിംറ്റംസ് ആണ് നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് സൂചനകളാണ്. പോരാത്തതിന് മാതാ അമൃതാനന്ദമയ്യെ കാണാനായിട്ട് ഇന്ന് സഖാക്കൾ ക്യൂ നിൽക്കുകയാണ്. രാവിലെ എത്തീസം ക്ലാസ് പാർട്ടിയുടെ ഡബിൾ ഷിഫ്റ്റ് ആണ്, രാത്രിയാകുമ്പോഴേക്കും മാതാ അമൃതാനന്ദമയുടെ ബ്ലെസ്സിംഗ് ക്ലാസ്. ഇതാണ് ഇന്ന് പാർട്ടിക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിൽ. ഇങ്ങനൊരു സുന്ദര സുലഭിലമായിട്ടുള്ള ഒരു കേരളം ഇവിടെയുള്ള ഒരു ഹിന്ദുവും സങ്കല്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇതൊന്നും നടക്കില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെയുള്ള ഹിന്ദുക്കൾ ഞങ്ങൾ എന്തിന് BJPക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം അവർ ഉന്നയിച്ചാൽ അതിൽ തെറ്റു പറയാനുണ്ടോ? BJP ഡേഞ്ചറിലാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് CPM തന്നെയാണ്. കാരണം അവരുടെ അടിസ്ഥാന വോട്ട് ഹിന്ദു വോട്ട് തന്നെയാണ് CPMന്റെ. പക്ഷെ ഇപ്പോൾ CPMനെ എല്ലാവരും വലിയ രീതിയിൽ കളിയാക്കുന്നുണ്ട്. സുകുമാരൻ നായരെ കളിയാക്കുന്നുണ്ട്, വെള്ളാപ്പള്ളിയെ കളിയാക്കുന്നുണ്ട്. ഇതിനകത്ത് സത്യത്തിൽ ഈ കളിയാക്കുന്നവർക്ക് കാര്യം അറിയില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ CPMകാര് ഇപ്പോൾ ശബരിമലയിലെ വിശ്വാസ സംഗമം നടത്തി, ആളില്ല, അവർ പൊളിഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത്. മറ്റൊന്ന്, അവര് ഇപ്പോൾ അമൃതാനന്ദമായി എടുത്തു പോയി, ഇതിനൊക്കെ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട്. അതിനേക്കാൾ വലുത് ഈ ഹിന്ദുക്കളെ വീണ്ടും CPM ഒരിക്കൽ കൂടി ഞെട്ടിച്ചു ഈ 3 ദിവസത്തിനുള്ളിൽ. അയ്യപ്പ സംഗമം കഴിഞ്ഞതിന് ശേഷം എന്താണെന്നറിയാവോ? ദുർഗാ പൂജയ്ക്ക്, നവരാത്രിക്ക് 3 ദിവസം അവധി കൊടുത്തു CPM, കേരള സംസ്ഥാന സർക്കാർ. ചരിത്രത്തിലാദ്യമായി, കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു ദിവസം അവധി ഉണ്ടായിരുന്നത് 3ആയി. ഞായർ, തിങ്കൾ, ചൊവ്വ. അതായത് മഹാനവമി, ദുർഗാഷ്ടമി, നമ്മൾ പറയുന്ന ആയുധ പൂജ, അതിനും അവധി കൊടുത്തിരിക്കുകയാണ്. ഇത് ഹിന്ദുക്കളാരും ആവശ്യപ്പെട്ടതല്ല. എനിക്ക് തോന്നുന്നു സംഘപരിവാർ പോലും വലിയ രീതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ള അവധിയല്ലത്. വാരിക്കോരി കൊടുക്കുകയാണ് ഹിന്ദുക്കൾക്ക്. ഇന്ന് മുസ്ലിം സംഘടനകൾ കുറച്ച് പേര് പ്രതിഷേധമായ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് വലിയ മഹാഭൂരിപക്ഷത്തിനെ പ്രീണിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ നിലയിലേക്ക് CPM മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ചോദിക്കും, ഇത് BJPക്ക് ഒരു തിരിച്ചടി അല്ലേ എന്നുള്ളത്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ CPMനെ കളിയാക്കുന്നവരോട് പറയേണ്ട കാര്യം, ഈ സുകുമാരൻ നായരെ കളിയാക്കുന്നവരോട് പറയേണ്ട കാര്യം, നിങ്ങൾ ആദ്യം കണക്കുകൾ ശ്രദ്ധിക്കുക. CPM കളിക്കുന്നത് വെറുതെ CPM എന്തെങ്കിലും കണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. നന്നായി ഹോംവർക്ക് ചെയ്ത് ഇറങ്ങി പുറപ്പെടുന്ന പാർട്ടിയാണ്. നമുക്കിപ്പോൾ കത്തി നിൽക്കുന്ന ഒരു വിഷയം എടുക്കാം. ശ്രീ സുകുമാരൻ നായർക്കെതിരെ എല്ലാവരും കളിയാക്കുന്നുണ്ട്. കരയോഗങ്ങളിൽ പ്രശ്നം, മറ്റേതാണ് മറിച്ചതാണ്. ഇനി അതിന്റെ കണക്കുകളിലേക്ക് വരാം. ഈ സമുദായ സംഘടനയിലെ രാഷ്ട്രീയ പാർട്ടികൾ കൂടെ നിർത്തുന്നത് വെറുതെ അല്ല. നമ്മളുടെയൊക്കെ ഒരു തെറ്റായ ധാരണയുണ്ട്. സുകുമാരൻ നായർ പറഞ്ഞാൽ എല്ലാ നായന്മാരും കേൾക്കില്ല. പക്ഷെ അവർക്കൊരു മണ്ഡലത്തിൽ 3000 തൊട്ട് 5000 വോട്ട് വരെ കൃത്യമായി മറിക്കാൻ കഴിയും. ഞാൻ ആ കണക്ക് ഇപ്പൊ കൃത്യമായി തന്നെ പറഞ്ഞുതരാം. ഈ കേരളത്തില് NSSന് ഏതാണ്ട് ഒരു 5600 മുകളിൽ കരയോഗങ്ങളുണ്ട്. NSSന്റെ നായർ ഹെഡ് ഓഫീസിൽ നിന്നുള്ള കരയോഗങ്ങൾ നേരിട്ടുണ്ട്. താലൂക്ക് യൂണിയൻ ഉണ്ട്, 164 സ്കൂളുണ്ട്, കോളേജുകളുമുണ്ട്. ഇത്രയും സ്ഥാപനങ്ങളുണ്ട്. ഇവരെങ്ങനെയാണ് ഒരു മണ്ഡലത്തിലും, കാരണം നമ്മുടെ കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 3000 തൊട്ട് 5000 വോട്ട് വരെയാണ്. അതൊരു 3000 വോട്ട് മറിഞ്ഞാലും സ്ഥാനാർത്ഥി തോക്കുകയും ജയിക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് SNDPയുടെ അവസ്ഥ. ഇതിന് കണക്കുകളിലേക്ക് വരുമ്പോൾ, ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അവരുടെ കുടുംബങ്ങൾ, ഈ കുടുംബങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവർ, ഇവരുടെ ഒരു എണ്ണം, ഒരു മണ്ഡലത്തിലെ കാര്യം, ഒരു മണ്ഡലത്തിൽ എന്ന് പറയുമ്പോൾ ഒരു നിയോജകമണ്ഡലത്തിൽ ശരാശരി 10-25,000 നായന്മാർ കാണും. അതിനകത്ത് ഒരു 20,000 പോയാലും ഒരു 5,000 പേർ അവരുടെ കൂടെ ഉണ്ടാവും. കരയോഗത്തിന്റെ ഭാരവാഹികൾ, അവർ പറഞ്ഞാൽ കേൾക്കുന്നവർ. എല്ലാ കരയോഗവും ഞാൻ പറയുന്നില്ല. ഇനി ഇതിനപ്പുറം നമ്മൾ കാണാതെ പോകുന്നൊരു വലിയ ശക്തി NSSനുണ്ട്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് സ്വയം സഹായ സംഘങ്ങളുണ്ട്. എത്ര പേർക്ക് അറിയാവത്?
അവർക്ക് ഗ്രാമാന്തരങ്ങളിൽ സ്ത്രീകളുടെ കൂട്ടായ മൈക്രോ ഫൈനാൻസിങ് സംവിധാനം അവർക്കുണ്ട്. പത്മ കഫേ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അത് അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൂട്ടായ്മയാണത്. തിരുവനന്തപുരം മേഖലയിൽ വനിതകളുടെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് NSSന്റെ അവിടെ. ഇപ്പോൾ തുടങ്ങിയതല്ല, അവർ വളരെ നേരത്തെ തന്നെ പച്ചക്കറി തോട്ടം ചെയ്യുന്നവരുണ്ട്, പച്ചക്കറി വിൽക്കുന്നവരുണ്ട്. ഇതേ സിസ്റ്റം തന്നെ SNDPക്കും ഉണ്ട്. അവരുടെ മൈക്രോ ഫൈനാൻസിന്റെ ഇടയ്ക്ക് കുറെ അഴിമതികളൊക്കെ കേട്ടിരുന്നെങ്കിൽ ഇതൊന്നും കേൾക്കാതെ കൃത്യമായി പോവുകയാണ്. ഇപ്പോൾ NSS ഇങ്ങനെ കടന്നു വരുന്ന സംഘങ്ങൾക്ക് ഫൈനാൻസ് ചെയ്യുന്നുണ്ട്. അവർക്കിപ്പോ ഈ പത്മ കഫേ എന്ന് പറഞ്ഞത് തുടങ്ങണമെങ്കിൽ അവരുടെ ഒരു കണക്കുണ്ട്. അതായത് 20 സെന്റ് സ്ഥലം ഇല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വേണം, ഇതില്ലെങ്കിൽ വാടക കെട്ടിടമായാലും മതി, കാർ പാർക്കിങ്ങിനൊക്കെ സൗകര്യമുണ്ടെങ്കിൽ അവർ പത്മ കഫേ അനുവദിക്കുകയാണ്. അതിനുള്ള ക്യാഷ് കൊടുക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കും. അതിൽ എത്ര സ്റ്റാഫുകളുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്, ഇത് മാത്രം കണക്കൂട്ടിയാൽ മതി. അവർ ശക്തരല്ലേ? അത് സുകുമാരൻ നായർ പറയുന്നതിന് അപ്പുറവും ഇപ്പുറവും നിൽക്കില്ല. ഇനി ഓരോ വ്യക്തി, ഇവിടെ രാഷ്ട്രീയക്കാരുടെ CPM ഒഴിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഞാനും ധനുഷുമടക്കം ഓരോ വ്യക്തിക്കും ഒരു ബൂത്തിൽ നിന്ന് കുറഞ്ഞത് 10 വോട്ട് മറിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന എൻ്റെ കുടുംബം, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ കുടുംബം, ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഞാൻ പറയുകയാണ്, ഒരു ബൂത്തിൽ ശരാശരി ഒരു 750, 1000, 1200 വോട്ടുണ്ട്. അവിടെ ഈ വാർഡിലൊക്കെ എത്ര വോട്ടിനൊക്കെ ജയിക്കുന്നത്? 10 വോട്ടിനും 12 വോട്ടിനാണ്. ഞാൻ എൻ്റെ അടുത്ത ആൾക്കാരോട് അവന് ചെയ്യണ്ട, ആ മഹാവൃത്തികെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും, അല്ല ഇന്നലെ കണ്ട സ്ഥാനാർത്ഥിയല്ല. അങ്ങനെ ഓരോ വ്യക്തി വിചാരിച്ചാൽ, അപ്പോൾ ഈ NSS കണക്കുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ശമ്പളവും ആനുകൂല്യവും മേടിക്കുന്നവരും അവൻ്റെ കുടുംബങ്ങളും, അവൻ്റെ കുടുംബം പറഞ്ഞാൽ കേൾക്കുന്ന അവൻ്റെ അളിയനും അളിയൻ്റെ ഭാര്യയും മക്കളും അടക്കമുള്ളവർ എത്ര ഉണ്ടാകുമെന്ന് ശരാശരി കണക്ക് കൂട്ടിയാൽ മതിയാകും. പ്രത്യേകിച്ച് സ്വയം സഹായ സംഘങ്ങളും ഫൈനാൻസ് ഗ്രൂപ്പുകളും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ, മൈക്രോ ഫൈനാൻസും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അതിവേഗമാണ് അവരുടെ അടിത്തട്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ സെയിം സാധനം തന്നെയാണ് SNDPക്കും ഉള്ളത്. അപ്പം നമ്മൾ കളിയാക്കുമ്പോൾ അതുകൂടെ ആക്കണം. ഇപ്പൊ എവിടെങ്കിലും ഇപ്പൊ കരയോത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും, സ്വാഭാവികമായി. കരയോത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന മുഴുവൻ BJPക്കാരും കോൺഗ്രസ്സുകാരുമാണ്. അവരിനിയിപ്പം സുകുമാരൻ നായർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് അവരുടെ അവസ്ഥ. അതിൽ യാതൊരു വ്യത്യാസവും സംഭവിക്കില്ല. ഇനി തിരുവനന്തപുരം അടക്കം മധ്യ കേരളത്തിൽ വരെ 44 നിയമസഭാ സീറ്റുണ്ട്. മധ്യ കേരളം എന്ന് പറയുന്നത് തെക്കൻ, അതായത് തിരുവനന്തപുരം മുതൽ ഏതാണ്ട് കോട്ടയം വരെയുള്ള ഏരിയകളിൽ NSSന് ശക്തമായ സ്വാധീനമുണ്ട്. 44 നിയമസഭാ സീറ്റാണ് ധനുഷ്യ ഉള്ളത്. തിരുവനന്തപുരത്ത് എത്ര നിയമസഭാ സീറ്റുണ്ട്? 11 ഇല്ലേ? വിചാരിച്ച തീർന്നില്ലേ കാര്യം? അവിടെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായി ഇതിന്റെ നേട്ടം ആര് കൊയ്യും എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ സുകുമാരൻ നായർ ഒരു സമുദായ സ്നേഹിയാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം കേരളത്തിൽ ഇത്രത്തോളം നായന്മാരെ മന്ത്രിമാരാക്കിയിട്ടുള്ള ഒരു ഭരണം കേരളത്തിൽ വന്നിട്ടില്ല. ഏതാണ്ട് 9 നായന്മാരുണ്ട് എടുത്തു കഴിഞ്ഞാൽ. UDF ചെയ്തിട്ടുണ്ടോ? അത് ഇല്ല. വളരെ കുറച്ചു പേരെ UDFന്റെ മറ്റേ രമേശ് ചെന്നിത്തല താക്കോൽ സ്ഥാനത്ത് എത്തിക്കാൻ സുകുമാരൻ നായർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടേണ്ടി വന്നു, പ്രകടനം നടത്തേണ്ടി വന്നില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു ഇതിൽ പൊളിറ്റിക്കൽ അവരെടുക്കുന്നതിന് എന്തുകൊണ്ട് താമസിച്ചു എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. പിന്നെ അവർ പറയുന്ന ഒരു പ്രശ്നാധിഷ്ഠിതമാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ആ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സമുദായ സംഘടനകളെ ചെറുതായി കാണരുത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ. അപ്പൊ ഇവിടെ എല്ലാവരും പറയും ഇത് BJPയുടെ അടിത്തറ ഇളക്കിയല്ലോ, ഒരു ചുക്കും സംഭവിക്കില്ല. എന്താ കാര്യം എന്ന് വെച്ചാല്, BJPയുടെ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ നോക്കണം. നമ്മളെപ്പോഴും ഈ BJPയുടെ കറണ്ട് ആയിട്ടുള്ള അവരുടെ നേതാക്കന്മാർ, രാജീവ് ചന്ദ്രശേഖർ എന്ത് പറഞ്ഞു, സുരേന്ദ്രൻ എന്ത് പറഞ്ഞു എന്നുള്ളത്, അവരുടെ പഴയകാല നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അത് നമ്മൾ പരിശോധിക്കണം. അതിലവരെന്താണ് പറഞ്ഞിട്ടുള്ളത്? റെഡി ടു വെയിറ്റ്, കാത്തിരിക്കുകയാണ്. ഇവർ കാത്തിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇവർ കൊത്തിക്കൊണ്ട് പോകാറുമുണ്ട്. 23 വർഷമാണ് ഇവർ ഒഡീഷയിൽ ഭരണത്തിനായിട്ട് കാത്തിരുന്നത്. 23 വർഷം. അതിന് ശേഷം ഏതാണ്ട് ഒരു അവസാനത്തെ ഒരു 10 വർഷമായപ്പോഴേക്കും ഇവർ എങ്ങനെങ്കിലുമൊക്കെ BDJSനെ മറ്റേ ഇവരുടെ ബിജു ജനതാദളിന്റെ മുന്നണിയിലേക്ക് തപ്പിക്കൂടി. അവിടെ നിന്ന് പതുക്കെ വളർന്ന അവസാനം അവരെയും കൊന്നു. ഇവർ പ്രതീക്ഷിക്കുന്നത് BJP ശരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു BJP വളരെ ഹാപ്പി ആയിരിക്കും ഈ NSSന്റെയും SNDPയുടെ നിലപാട്. കാരണം അവര് ഇത്രയും കാലം ഈ BJP കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എന്തിനായിരുന്നു? ഹിന്ദു വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യാനായിരുന്നു. നിമിഷ നേരം കൊണ്ട് അത് CPM കൈക്കലാക്കുമ്പോൾ അവർ ഹാപ്പിയാണ്. കാരണം ഇവരിത് കൈക്കലാക്കുന്നത് മൂലം തകരുന്നത് ആരാണ്? കോൺഗ്രസ് പാർട്ടിയാണ്. UDF തകർന്നു കഴിഞ്ഞാൽ അതിന്റെ നേട്ടം മുഴുവൻ കിട്ടാൻ പോകുന്നത് BJPക്ക് മാത്രമാണ്. കാരണം UDF തകർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവരുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗ് മറുകണ്ഠം ചാടും. കോൺഗ്രസിൽ പിന്നെ അവശേഷിക്കുന്നവര് കൂടെ BJPയിലോട്ട് വരുമ്പോൾ BJPക്ക് ക്രിസ്ത്യാനികൾക്ക് വലിയ ഐത്തമുള്ള പാർട്ടിയൊന്നുമല്ല ഇപ്പൊ BJP. ക്രിസ്ത്യാനിയും വരും, അവശേഷിക്കുന്ന ഹിന്ദുവും വരും. ആ ഒരു ബേസ് തീരും. ഇതാണ് അവർ ചിന്തിക്കുന്നത്. അതാണ് ഇവർ റെഡി ടു വെയിറ്റ് പറയുന്നത്. അവരുടെ ലക്ഷ്യം 2026 അല്ല, അതിനടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പല്ല. അവര് വെയിറ്റ് ചെയ്യുകയാണ്. ഒരു 2040 തങ്ങൾ പ്രതിപക്ഷത്തോ അധികാരത്തിലോ വരണം. ഒരു 2035 ആകുമ്പോഴെങ്കിലും. അതാണ് അവർ ചെയ്യുന്നത്. എല്ലാ സംസ്ഥാനത്തും ഇവർ ചെയ്യുന്ന പരിപാടിയാണ്. ത്രിപുരയിൽ അവർ 25 വർഷം പണിയെടുത്തിട്ടാണ് അവർ അധികാരത്തിൽ വരുന്നത്.
ഒരു സുപ്രഭാതത്തിൽ അവർ പെട്ടെന്ന് കയറി വരികയായിരുന്നു. പശ്ചിമ ബംഗാളിൽ അവർ 1964 പണി നടത്തിയിട്ടാണ് കഴിഞ്ഞ നിയമസഭയിലും അതിനു മുമ്പത്തെ നിയമസഭയിലും അവർ അക്കൗണ്ട് തുറന്ന് നല്ല ഒരു പ്രതിപക്ഷത്തിലേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുന്നു, അവർക്ക് ഒരു ധൃതിയുമില്ല. ഇപ്പൊ നമ്മളിപ്പോ അത് എപ്പോഴും BJP കളിയാക്കും, അക്കൗണ്ട് തുറന്നില്ലല്ലോ, അക്കൗണ്ട് പൂട്ടിച്ചല്ലോ എന്ന്. സത്യത്തിൽ അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്, കാരണം അവർക്ക് ക്രമാതീതമായി വോട്ട് കൂടുന്നുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് 11 സീറ്റിൽ അവർ 1-ാം സ്ഥാനത്തെത്തി. ഇതാണ് ഇതിന്റെ കണക്ക്. അപ്പൊ ഹിന്ദു വോട്ടുകൾ CPM-ലിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുകയും CPM നിരന്തരം ഭരിക്കുകയും ചെയ്താൽ കാലക്രമത്തിൽ CPM ഇല്ലാതാകുകയും അനാഥരാകുന്ന ഈ ഹിന്ദു വോട്ടുകൾ ഒറ്റയടിക്ക് BJP-യിലേക്ക് വരികയും ചെയ്യുന്നു. അവർക്ക് നന്നായിട്ട് അറിയാം. അതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രക്രിയ. അതുകൊണ്ട് BJP എന്ന് പറയുന്നത് തൽക്കാലം അവർ ഗ്യാലറിയിൽ നിന്ന് കളിയാകുന്നവരാണ്. ചിലപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 4-5 സീറ്റ് കിട്ടിയെന്നിരിക്കാം. കിട്ടിയത് കൊണ്ട് അവർക്ക് ഒരു വലിയ ബോണസാണ്. അവരെ സംബന്ധിച്ച് 100-ൽ 100 മാർക്ക് അവർ നേടിയെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സീറ്റ് കിട്ടാന്നുണ്ടെങ്കിൽ അത് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരു മാറുന്ന ട്രെൻഡ് അനുസരിച്ച് അവർക്ക് സീറ്റ് കിട്ടുമെന്നുള്ള കാര്യം സംശയം ആർക്കും ഇല്ല. അപ്പൊ അവർക്ക് എത്ര സീറ്റ് കിട്ടുന്നോ അതിൽ അവർ ഹാപ്പിയാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇത്രയും കാലം BJP കേരളത്തിൽ പണിയെടുത്തിട്ട് അവർക്ക് നടത്താൻ കഴിഞ്ഞില്ല. അത് ഈസി ആയിട്ട് CPM നടത്തിയെടുക്കുന്നു. അതും പരസ്യമായിട്ടുള്ള പ്രീണനമാണ്, രഹസ്യമല്ല. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്നതല്ല. പണ്ട് സുധാകരൻ നായർക്ക് വോട്ട് ചെയ്യുമെന്ന് ചിലടത്ത് എഴുതി വെക്കും, ചിലടത്ത് സുധാകരൻ വോട്ട് ചെയ്യുമെന്ന് എഴുതി വെക്കും. ആ കാലം പോയി. ഇപ്പൊ നേരിട്ട് പരസ്യമായിട്ട് പറയുകയാണ്, ഒരു നിങ്ങളുടെ ഒപ്പമാണ് ഞങ്ങൾ. സുകുമാരൻ നായർ വയ്യാതെ കിടക്കുമ്പോൾ പിണറായി പോയി കാണുന്നു. വലിയ ബന്ധമാണ്. അപ്പം ഇത് ഒരു കൺസോൾട്ടേഷൻ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കാരണം അവർ നന്നായി പ്രതീക്ഷിക്കുന്നുണ്ട് മുസ്ലിം വോട്ട് ഒറ്റൊരെണ്ണം പോലും ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത്. അതിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ, ഇതിനോടൊപ്പം തന്നെ ഒരു വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അടിത്തട്ടിൽ. ശ്രദ്ധിക്കാതെ പോകരുത്. ആ അടിത്തട്ടിൽ നടക്കുന്ന ക്യാമ്പയിൻ എന്താണെന്ന് അറിയാവോ? UDF വന്നാൽ വീണ്ടും മുസ്ലിങ്ങൾ തിരിച്ചു വരും. അതായത് ഈ ഭീകരവാദികൾ അമ്മാനമാടും കേരളം, ഭീകരാവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഹിന്ദു മുഖ്യമന്ത്രിയെ നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഹിന്ദു മുഖ്യമന്ത്രി ആയിരിക്കില്ല വരുന്നത്, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വരും. അതുകൊണ്ട് നിങ്ങൾ ഹിന്ദു സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിലകൊള്ളും. ഇപ്പൊ വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞത്. അല്ല, ഇങ്ങനെ വെള്ളാപ്പള്ളി ഈ മുസ്ലിം വിരുദ്ധത പറയുന്നു, സുകുമാരൻ നായർ ഇത് പറയുന്നു. ഇതൊക്കെ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെ അല്ല എന്ന് ഇവിടെയുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം. എന്തുകൊണ്ടാണ് പെട്ടെന്ന് CPM ഇങ്ങനെ ഒരു ഷിഫ്റ്റ് കൊണ്ടുവന്നത്? കാരണം കഴിഞ്ഞ 2 ടേമിൽ CPM ജയിച്ചപ്പോൾ അവർ വളരെ ഗംഭീരമായിട്ട് ഈ മുസ്ലിം പാർട്ടികളെയും മുസ്ലിംസിനെയും പ്രീണിപ്പിച്ച് കൂടെ നിർത്തുന്നതാണ് കണ്ടത്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷിഫ്റ്റ് വരാനുള്ള കാരണം എന്താണ്? ഇവരെ നമുക്ക് ഇത്തവണ മാറ്റി നിർത്താം, ഇത്തവണ ഹൈന്ദവരെ കൂട്ടുപിടിക്കാം എന്നുള്ള ഒരു ഷിഫ്റ്റ് വരാനുള്ള കാരണം എന്താണ് വിചാരം? സിമ്പിളാണ്. ആദ്യത്തെ തവണ CPM ജയിച്ചത് എങ്ങനെയാണ്? കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കെടുകാര്യസ്ഥത, അഴിമതി, ഇതെല്ലാം കൊണ്ട് തകർന്നിരിക്കുന്നത് സ്വാഭാവികമാണ്. കേരളത്തിൽ മാറി മാറി ഭരണം വരുന്ന സാഹചര്യം കൊണ്ടാണ് അന്ന് ജയിച്ചത്. രണ്ടാമത് എങ്ങനെ ജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിറ്റ് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അതില്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന മുസ്ലിം വിഭാഗം ഉൾപ്പെടെ ഈ BJP എതിർക്കാൻ കരുത്തരാണ് CPM. കാരണം ഇവരുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ, ഇവര് വേണം മോദിയെ വെല്ലുവിളിക്കാൻ. ആ സമയത്തൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, വഴിയെക്കൂടൊപ്പം സഖാക്കൾ വരെ മോദിയെ തെറി വിളിക്കുക, യോഗിയെ ചീത്ത വിളിക്കുക, കൊല്ലുകളും തിന്നു എന്ന് പറയും, പൗരത്വ ഭേദഗതി നടപ്പാക്കത്തില്ല, പിന്നെ മറ്റേ നടപ്പാക്കത്തില്ല, മറിച്ച് നടപ്പാക്കത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു CPM-നെ നമ്മൾ അന്ന് കണ്ടത്. അപ്പൊ ആ ഒരു വോട്ട് അവർക്ക് കിട്ടി. പക്ഷെ ആ വോട്ട് അകന്നുപോയി. അത് പൂർണ്ണമായത് എപ്പോഴാണ്? 2022 ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടുകൂടി CPM തങ്ങളുടെ കൂടെ നിന്നാൽ തങ്ങൾക്ക് സുരക്ഷിതത്വമില്ല, ഇവന്മാരി വെറുതെ പറയുന്നതാണ്, മുണ്ടെടുത്ത മോദിയാണ് ഇവിടെ ഭരിക്കുന്നത്, ഇയാള് പിടിച്ചു കൊടുക്കും നമ്മളെയൊക്കെ, നമുക്കിനി പഴയ ഇതൊന്നും റോളൊന്നും ഇനി കിട്ടാനില്ല, നമ്മുടെ കോൺഗ്രസ് വന്നാലേ കിട്ടൂ എന്നൊരു ധാരണ വലിയ രീതിയിൽ പടർന്നു. ഇത് നന്നായി CPM മനസ്സിലാക്കി. CPM-ന്റെ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ അവർ അടുത്തിട്ട് CPM-നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ വാർഡുകളിൽ അവരുടെ നേതാക്കന്മാർ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരുടെയും താടിക്കിട്ട് തട്ടാറില്ല. അവർക്കറിയാം ഒരുത്തം വിചാരിച്ചാൽ എത്ര വോട്ട് കുറയുമെന്ന്. ഇതാണ് ഇവരുടെ ഒരു ശരാശരി രീതി. ഈ രീതിയിലാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അതാണ് അവരുടെ ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ വിജയം കാണുന്നത്. ഇത് നമുക്ക് കളിയാക്കിയിട്ടോ ചെറുതായിട്ടോ കാര്യമില്ല. മതേതര കേരളമാണെന്ന് പലരും വിലപിക്കും. NSS-ഉം SNDP ഒക്കെ കൂട്ടുപിടിച്ചില്ല CPM. ഒരു മതേതരവും മാങ്ങാത്തൊലിയും ഇല്ല. എല്ലാ കാലത്തും ഇവിടെ മതമുണ്ട്. ഇതിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് ഈ CPM ഇപ്പൊ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാൻ ഇറങ്ങിയതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പല ആൾക്കാരും പറയുന്നത്, ഈ CPM-ന്റെ അടിസ്ഥാന വോട്ടെന്ന് പറയുന്നത് ഹിന്ദു വോട്ടാണ്. അപ്പൊ ഈ ഹിന്ദു വോട്ട് വലുതായിട്ട് BJP-യിലേക്ക് ചോർന്നു പോകുന്നു എന്നുള്ളൊരു ഭയം CPM-ന് വന്നിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടതും സെൻസസ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതും എല്ലാം ഈ CPM 62 മണ്ഡലങ്ങളിലാണ് ജയിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ. ഈ 62 മണ്ഡലങ്ങളിൽ ഒരു 5 മണ്ഡലങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5-ൽ താഴെ മണ്ഡലങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈ വോട്ടർമാരുടെ ഈ
എണ്ണത്തിൽ ഹിന്ദു ഭൂരിപക്ഷമാണ്. അതായത് ഉദാഹരണത്തിന് ഇപ്പൊ കണ്ണൂര് പയ്യന്നൂര് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 1,10,630 ഹിന്ദുക്കൾ അവിടെയുണ്ട്. പക്ഷെ മുസ്ലിംസ് നേർ പകുതി മാത്രമേ ഉള്ളൂ. ഇപ്പൊ കല്ലിശ്ശേരിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 1,00,000 മേലെ ഹിന്ദു വോട്ടർമാരുണ്ട്. എന്നാൽ മുസ്ലിംസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇപ്പൊ വൈക്കത്ത് നോക്കിക്കഴിഞ്ഞാൽ 92,130 ഹിന്ദുക്കളുണ്ട്. എന്നാൽ 11,840 മുസ്ലിംസ് മാത്രമേ ഉള്ളൂ. വൈക്കത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വലിയ ഒരു 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 ചേഞ്ച് അവിടെ കാണാം. 92,000 11,000 എന്ന് പറയുന്നത് വളരെ വലിയ ചേഞ്ച് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രീണിപ്പിക്കുന്നത് BJP മുതലെടുത്തുകൊണ്ട് ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയെ BJPയിലേക്ക് വലിച്ചടുപ്പിക്കുന്നു എന്നുള്ളൊരു തോന്നൽ കൂടെ ഇല്ലേ? ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ ഈ മുസ്ലിംസ് പിണങ്ങിപ്പോയാലും CPM-ന് വലുതായിട്ട് എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? പക്ഷെ ഹിന്ദുസ് നേരെ തിരിഞ്ഞു നിന്നാൽ CPM ത്രിപുരയിലെ ഗതിയാകും, അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ ഗതിയാകും എന്ന് CPM-ന് ഒരു തോന്നൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടെ അതിനകത്തില്ലേ? തീർച്ചയായിട്ടും അതായിരുന്നല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടത്. CPM ഹിന്ദു വിരുദ്ധതയാണ് എന്ന് പറയുന്നതിൽ BJP വിജയിക്കുകയും ഈഴവ മണ്ഡലങ്ങളായ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലങ്ങളിലടക്കം ശോഭാ സുരേന്ദ്രന് വലിയ രീതിയിൽ വോട്ട് വർദ്ധിക്കുകയും ചെയ്തു. കാരണം ഈഴവ വോട്ടുകളാണ് CPM-ന് എക്കാലം താങ്ങി നിർത്തുന്ന ബേസ് വോട്ട്. അത് വലിയ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവരെന്ത് പറ്റി? അവർ വിചാരിച്ചൂടാ ഞങ്ങളുടെ കൂടെ എക്കാലവും നിൽക്കുന്ന ഞങ്ങളുടെ ബേസ് ഹിന്ദുക്കളാണ്, അപ്പൊ അവരെ മുമ്പോട്ട് കൊണ്ടുപോവുക. കാരണം അവരായിരുന്നു ഇത്രയും കാലം താങ്ങി നിർത്തിയത്. ഇത്തവണ അവരോട് കൈവിട്ട് കഴിഞ്ഞാൽ ധനുഷ് പറഞ്ഞത് സംഭവിക്കും. പിന്നെ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 62 സീറ്റ് കിട്ടി. ഇത്തവണ 62 സീറ്റ് ഒന്നും CPM-ന് വേണ്ട. CPM തനിച്ചൊരു 50 സീറ്റിനടുത്ത് നേടിക്കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഭരിക്കാൻ കഴിയും. 72 സീറ്റ് മതി കേരളം ഭരിക്കാൻ. സ്വാഭാവികമായി അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ വരുന്ന ഘടകകക്ഷികൾ അവരും ചാടി വരും. ലീഗ് അടുത്ത നിമിഷം ചാടും. അവർക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിലെ ഒരു എഡ്ജ് എന്തായാലും LDF-ന് ഉണ്ടെന്ന് പറയാൻ കാര്യം ഇതാണ്. അതായത് ലീഗിന് ഇല്ലെങ്കിൽ മുസ്ലിം വോട്ടുകളെ അവർ പൂർണ്ണമായി തന്നെ തിരസ്കരിക്കുന്നു, കിട്ടില്ലെന്ന് അവർ 100% ഉറപ്പിക്കുന്നു. രണ്ടാമത് അവർ ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്ത്യൻ വോട്ട് പഴയതുപോലെ ഒന്നടങ്കം UDF-ന്റെ പിന്നിൽ അണിനിരക്കില്ല. അതിലൊരു ചെറിയ ശതമാനം ഇത്തവണ BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അത് കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കും. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ, രണ്ടുപേർക്കും മോഹങ്ങളുണ്ട്. ഒന്ന്, CPM-നെ സംബന്ധിച്ച് അവർക്ക് കോൺഗ്രസ് തോക്കണം, ഒന്നാമത് അവർക്ക് എത്തണം, ഭരിക്കണം. BJP-യെ സംബന്ധിച്ച് ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ CPM-നെ കൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഒറ്റ കാര്യമാണ്. കോൺഗ്രസ് ഇല്ലാതായാൽ അതിനടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി ഇവിടുത്തെ പ്രതിപക്ഷം ആരാകും? BJP ആകും. ധനുഷ് പറഞ്ഞ ഈ കണക്കനുസരിച്ച് BJP-ക്ക് ജയിക്കാൻ പാടില്ലാത്ത മണ്ഡലങ്ങളൊന്നും കേരളത്തിലില്ല. ഈ ഹൈന്ദവ വോട്ടുകളുടെ പ്രശ്നം കൊണ്ട് മാത്രമാണ്. അത് ഏകീകരിച്ചെങ്കിൽ തന്നെ അവർക്ക് ഏതാണ്ട് ഒരു 19 സീറ്റ് കിട്ടും. പണ്ട് നമ്മുടെ സുരേന്ദ്രൻ പറഞ്ഞ ഒരു ഡയലോഗ് ഓർമ്മയാണ്, 35 സീറ്റ് കിട്ടിയാൽ ഭരിക്കുമെന്നും. ആ പറഞ്ഞത് അദ്ദേഹം അതിശോക്തിപരമായി പറഞ്ഞതല്ല. അത് അന്നത്തെ സമയത്ത് അത് നടക്കില്ല എങ്കിൽ പോലും ഭാവിയിൽ ആ 35 സീറ്റ് BJP-ക്ക് കിട്ടിയ ഭരണം അവരുടെ കയ്യിലേക്ക് വരാൻ യാതൊരു താമസവും ഉണ്ടാവില്ല. ഈ പറയുന്ന ഈ ഘടകകക്ഷികളിൽ പലരും അവരോടൊപ്പം പോകാൻ തയ്യാറാകുകയും ചെയ്യും. അതൊക്കെ ഒരു പൊളിറ്റിക്സിനകത്തുള്ള ഒരു കാര്യമാണ്. അത് ചിലപ്പോൾ അന്ന് സുരേന്ദ്രൻ പറഞ്ഞ പലരും അതിനെ കളിയാക്കിയെങ്കിലും ഭാവിയിൽ അതിന് വലിയ വാല്യൂ ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇവിടെയാണ് അതാ ഞാൻ പറഞ്ഞത്, BJP-ക്കാർക്ക് ഇതിനകത്ത് ഒരു നഷ്ടമില്ല. ഇപ്പൊ ആളുകൾക്ക് ഒന്നും അറിയാതാണ് പറയുന്നത് BJP-ക്ക് ഇത് നഷ്ടമാണ്, BJP-ക്ക് ഇത് ദുരന്തമാണ്. ഒന്നുമല്ല. ഈ കളി BJP-യെ സംബന്ധിച്ച് അവരിപ്പോ ഭരിക്കാനൊന്നും കളിക്കുന്ന കളിയൊന്നും അല്ല ഈ നടത്തുന്നത്. അവർക്കത് ക്രമാതീതമായി അവരുടെ ബേസ് വോട്ടുകൾ വർദ്ധിപ്പിക്കുക, അത് സ്ട്രോങ് ആക്കി എടുക്കുക, മാക്സിമം സീറ്റുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അടുത്ത തെരഞ്ഞെടുപ്പിലും അവരുടെ ലക്ഷ്യം അതൊക്കെ തന്നെയാണ്. അപ്പോഴേക്കും അവർക്കറിയാം സ്വാഭാവികമായി ഇപ്പോൾ CPM-ലേക്ക് കൺസോൾഡ് ചെയ്യപ്പെട്ട് ഇത്രയും നാൾ എന്തായിരുന്നു BJP കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്? ഹിന്ദുക്കളെ കൺസോൾഡേറ്റ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു. അത് ഭംഗിയായിട്ട് CPM നടത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇനി CPM തകർന്നു കഴിഞ്ഞാൽ ഇത് ഒന്നടങ്കം പോകാൻ വേറെ വഴിയില്ല. അവർ ലീഗിന്റെ കൂടെ പോവുമോ? ഇല്ല. അവർക്ക് പിന്നെ രക്ഷകനായിട്ടുള്ളത് ഇവിടെ BJP-യുടെ കേരളത്തിലെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഒരു എന്താണ് അവർക്ക് സ്ട്രോങ് ലീഡർഷിപ്പ് ഇല്ല പലയിടത്തും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന പോരായ്മ. ഒരുപക്ഷെ ഭാവിയിൽ അത് മാറുമായിരിക്കാം. ഇപ്പൊ 1-2 പേര് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട് ലീഡറാണെന്ന് പറഞ്ഞാൽ ലീഡർ ആകില്ല. അടുത്തിട്ട് പ്രവർത്തിച്ചിട്ട് ലീഡർ ആകണം. കണ്ണിൽ കാണുന്നവനെയാണല്ലോ നമ്മുടെ സാധാരണപ്പെട്ടവൻ ലീഡർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതേ രീതിയിലേക്ക് വരണം. ഏതായാലും കേരളത്തിൽ അതിവേഗം രാഷ്ട്രീയം മാറുകയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ധനുഷ് പറഞ്ഞത് ശരിയാ, തുടക്കത്തിൽ നമ്മളൊന്നും മുമ്പ് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിലാണ് കേരള രാഷ്ട്രീയം വളരെ വേഗം. നീ ഈ ലോകക്രമം മാറുന്നത്. നമ്മൾ എപ്പോഴും പറയും റഷ്യയുടെ കൂടെ പറയുന്നത്. ഇപ്പോ BJP-യെക്കാട്ടിലും വലിയ ഹിന്ദു പാർട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ശിവസേന വേണമെങ്കിൽ ഒരു പാർട്ടിയായിട്ട് കൂട്ടാം. നമ്മുടെ അതിലും വലിയ പാർട്ടിയായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യുമല്ലോ, നമ്മുടെ ആന്ധ്രാപ്രദേശിലെ നമ്മുടെ പവൻ കല്യാണിന്റെ പാർട്ടിയുണ്ട്, ജനസേന പാർട്ടി. ആ ജനസേന പാർട്ടിയാണ് നമ്മൾ ഇപ്പൊ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഹാർഡ് കോർ ഹിന്ദു പാർട്ടി. പുള്ളി ഞാനൊരു ഹാർഡ് കോർ ഹിന്ദു ആണെന്ന് എല്ലായിടത്തും നടന്ന് പറയുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ഈ ജനസേന പാർട്ടിയെ കടത്തി വെട്ടും വരുന്ന വർഷങ്ങളിൽ CPM എന്നാണ് എനിക്ക് തോന്നുന്നത്. BJP വരെ ഞെട്ടിപ്പോവും, ഇത്രയും വലിയൊരു ഹിന്ദുത്വ പാർട്ടി ഞങ്ങൾ പോലും അല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി അങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാധ്യത ഞാൻ മുന്നിൽ കാണുന്നുണ്ട്.
അല്ല, അതിനും വേറൊരു കാര്യമുണ്ട്. സ്വാഭാവികമായിട്ട് ചിന്തിക്കും ഈ വോട്ടുകളെല്ലാം CPM-ന്റെ കൂടെ പോയി കഴിഞ്ഞാൽ എന്നും അവിടെ നിൽക്കില്ല. അല്ല, BJP-ക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വോട്ടുകൾ ഇത് എന്നും CPM ഇവരെ സംരക്ഷിച്ച് നിർത്തത്തൊന്നുമില്ല. CPM ഇപ്പൊ കളിക്കുന്നത് അവർക്ക് വീണ്ടും അധികാരത്തിൽ ഹാട്രിക് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. വീണ്ടും ഇത് മുമ്പോട്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ BJP-യുടെ സെൻട്രൽ കമ്മിറ്റി അവർ കൂടുതൽ ശ്രദ്ധ കേരളത്തിലേക്ക് വെച്ചു പുലർത്തും. ശബരിമല വിഷയത്തിൽ അവരൊരു നിലപാടെടുക്കും. ഇപ്പൊ നിലവിൽ സുപ്രീം കോടതി കേസുണ്ട്. ആ കേസ് വന്ന ഒരു ഏകീകൃത സിവിൽ കോഡ് വരികയും ഏകീകൃത ദേവസ്വം ബോർഡ് സമ്പ്രദായം വരികയും ചെയ്യുകയും ഒപ്പം തന്നെ ഈ ഹിന്ദു ഇതിനു വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ അവർ വിവിധ സംസ്ഥാനത്ത് ചെയ്യുന്ന അതേ മാതൃക കേരളത്തിലേക്ക് കൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയാൽ ഈ വോട്ട് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ, അത് ഈ തെരഞ്ഞെടുപ്പിലല്ല, അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വോട്ടുകൾ കുറച്ച് വോട്ടുകൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും BJP-യിലേക്ക്. അങ്ങനെ പോവുകയാണെങ്കിൽ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് 4-5 സീറ്റാണെങ്കിൽ അത് അതിന്റെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് 10-ന് മുകളിലുള്ള സീറ്റായി നിശ്ചയമായിട്ട് വരും. അതിന്റെ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് അവർ ഒരു പ്രതിപക്ഷമായി ഈസി ആയിട്ട് മാറുകയും ചെയ്യും. കാരണം BJP-ന്ന് CPM-ന്ന് കാലങ്ങളായിട്ട് CPM-ന്റെ കൂടെ നിന്ന ഹിന്ദു വോട്ടുകൾ അപ്പാടെ മാറും. ഇത് മാറില്ല നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ കുറച്ച കോട്ടകളിലാണ് ഈ വോട്ടുകളെല്ലാം പെട്ടെന്ന് ഷിഫ്റ്റ് ആയിരിക്കും. അപ്പൊ ഷിഫ്റ്റ് ഏത് സമയവും നടക്കും എന്നുള്ള ഒരു സംശയമില്ല. BJP ഇപ്പൊ ആഗ്രഹിക്കുന്നത്, കാരണം BJP കൊണ്ട് കേരളത്തിൽ ഒന്നും തന്നെ ഹിന്ദുക്കൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഭരണം അവർക്ക് കേന്ദ്രത്തിൽ മാത്രമേ ഉള്ളൂ. കേന്ദ്രം വലിയ രീതിയിൽ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുമില്ല. അവരിപ്പോൾ ബംഗാളും ഇപ്പൊ തമിഴ്നാട് വരെ അവർ എത്തിയിട്ടുണ്ട്. BJP-യുടെ സെൻട്രൽ കമ്മിറ്റി തമിഴ്നാടാണ് അവർ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. ഇപ്പൊ 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആസാമിൽ നടക്കുന്നുണ്ട്, വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നുണ്ട്, കേരളത്തിൽ നടക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്, ഹിമാചൽ പ്രദേശിൽ നടക്കുന്നുണ്ട്. അതിൽ അവര് തമിഴ്നാടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദക്ഷിണേന്ത്യ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ കേരളത്തിലേക്ക് വരും. അപ്പോഴേക്ക് ഇവിടുത്തെ മണ്ണ് പാകമായാൽ മതി അവരെ സംബന്ധിച്ച്. അത് ധൃതി പിടിച്ചിട്ട് ഇപ്പൊ നാളെ ആരെങ്കിലും ഇവിടെ മുഖ്യമന്ത്രി ഒന്നും ആകണം. കാരണം കഴിഞ്ഞ ഈ ഓണക്കാലത്ത് ഞാനൊരു ഇന്റർവ്യൂ ഉണ്ട്. ശ്രീ K. സുരേന്ദ്രൻ, അദ്ദേഹം മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പൊ അദ്ദേഹത്തോട് അവതാരകൻ വളരെ തമാശ രൂപത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു റൂം കെട്ടിയിട്ടില്ലേ എന്ന്. അപ്പൊ അവര് പറയുന്നത്, ഞങ്ങൾ സന്യാസത്തിന് പോകാൻ വേണ്ടിയിട്ടല്ല രാഷ്ട്രീയത്തിൽ വന്നത്, ഞങ്ങൾ അധികാരത്തിൽ വരും, അന്നത്തേക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോഴേ കെട്ടിയിടുകയാണ് എന്നവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമാണ്. അത് കൃത്യമായ സാധനം. അവരിപ്പോഴേ അതിന് പണിത് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്ലാനിങ് ഉണ്ട്. ഭാവിയിൽ അവരുടെ മുഖ്യമന്ത്രി വരുമ്പോൾ അവരുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് പ്രത്യേക മുറിയുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അവരെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിലം ആദ്യം അവർ ഒരുക്കും, അതിനവരെന്തും ക്ഷമയോടെ കാത്തിരിക്കും. അതിനുശേഷം അവർ ബൂം ചെയ്ത് മുകളോട്ട് വരിക തന്നെ ചെയ്യും. യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. എന്തായിരുന്നാലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഇതിൽ ഒരു പാർട്ടിക്ക് ജീവൻ മരണ പോരാട്ടമാണ്. അത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ അവർക്ക് ത്രിപുരയിൽ ഭരണമില്ല, പശ്ചിമ ബംഗാളിലില്ല. സ്വാഭാവികമായിട്ടും അവരൊരു കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതത്തിലേക്ക് പോകും. കേരളത്തിൽ കൂടെ ഭരണമില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതം സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അല്ല മരപ്പട്ടിയിലോ ഈനാമ്പേച്ചിയിലോ ഒക്കെ നിന്ന് മത്സരിക്കേണ്ട ഒരു ഗതി പിന്നീട് വന്നേക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ എത്തിയില്ലെങ്കിൽ അത് അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും കേരളത്തിൽ. കാരണം മുസ്ലിം ലീഗ് അടക്കമുള്ളവർ അവരെ വിട്ടുപോകും. കോൺഗ്രസ് പാർട്ടി ശിഥിലമാകും. കോൺഗ്രസിലുള്ള ആൾക്കാരെല്ലാം കിട്ടുന്ന പാർട്ടിയിലേക്ക് ചാടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 2 തവണ ഭരണം കിട്ടാതിരുന്നപ്പോഴേ അവർക്ക് നടുവൊടിഞ്ഞു. 3ാമതൊരു തവണ കൂടെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം BJP ഭരിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമെങ്കിലും അവരുടെ ദേശീയ നിലപാടായിട്ടുള്ള കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി കോൺഗ്രസിനെ പുറത്താക്കുക, അതുകൊണ്ട് കോൺഗ്രസ് ഭരണത്തിൽ വരാതിരിക്കുക, അതിലൂടെ ബിജു ചേട്ടൻ പറഞ്ഞതുപോലെ അവർക്ക് വരാനുള്ള നിലമൊരുക്കുന്നതിനുള്ള അടുത്ത ഫേസിലേക്ക് BJP പോകും എന്നുള്ള കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. അതുകൊണ്ട് 3 പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള ജീവൻ മരണ പോരാട്ടമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാനായി പോകുന്നത്. താങ്ക് യു ബിജു ചേട്ടൻ.